നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ BCI നിർദ്ദേശിച്ച വനിതാ അഭിഭാഷകരുടെ വസ്ത്രധാരണ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമങ്ങളിൽ വനിതാ അഭിഭാഷകർക്ക് മുഖം മറച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാകാമെന്ന് പറയുന്നില്ലെന്ന് ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഹൈക്കോടതി. നവംബർ 27-ന് അഭിഭാഷകയാണെന്ന് അവകാശപ്പെടുന്ന സയ്യിദ് എനായിൻ ഖാദ്രി എന്ന സ്ത്രീ മുഖാവരണം ധരിച്ച് കോടതിയിൽ വന്നതിനെ തുടർന്നാണ് സംഭവങ്ങളുടെ തുടക്കം. തിരിച്ചറിയലിനായി അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മുഖംമൂടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്റെ മൗലിക അവകാശമാണെന്ന് അവർ പറഞ്ഞു. ഇതേ തുടർന്നാണ് അഭിഭാഷകരുടെ വസ്ത്രധാരണം സംബന്ധിച്ച നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് നിർദ്ദേശിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരുടെ വസ്ത്രധാരണ രീതി വ്യക്തമാക്കുന്ന BCI ചട്ടങ്ങൾ, പ്രത്യേകിച്ച് ചാപ്റ്റർ 4 ഭാഗം 6 പ്രകാരമുള്ള നിയമചട്ടക്കൂട് കോടതി അവലോകനം ചെയ്തു. ഈ നിയന്ത്രണങ്ങൾ പ്രകാരം വനിതാ അഭിഭാഷകർക്ക് കറുത്ത ഫുൾ സ്ലീവ് ജാക്കറ്റ് അല്ലെങ്കിൽ ബ്ലൗസ്, വെള്ള ബാൻഡ്, സാരികൾ അല്ലെങ്കിൽ മറ്റു പരമ്പരാഗത വസ്ത്രങ്ങൾ, കറുത്ത കോട്ട് എന്നിവ ധരിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. എന്നിരുന്നാലും ആവശ്യമായ കോടതി മുറി വസ്ത്രങ്ങളുടെ ഭാഗമായി മുഖം മൂടുന്നതിനെക്കുറിച്ച് പരാമർശമോ വ്യവസ്ഥയോ ഇല്ല. ഈ കോടതിയിൽ ഹാജരാകുന്നതിന് അത്തരം വസ്ത്രങ്ങൾ അനുവദനീയമാണെന്ന് ചട്ടങ്ങളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല, കോടതി വ്യക്തമാക്കി. ഡിസംബർ 13-ന് ജസ്റ്റിസ് മോക്ഷ ഖജൂരിയ കാസ്മയും ജസ്റ്റിസ് രാഹുൽ ഭാരതിയും അഭിഭാഷകരുടെ വസ്ത്രധാരണം സംബന്ധിച്ച് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ BCI നിയമങ്ങൾ അത്തരം വസ്ത്രധാരണത്തെ നിയന്ത്രിക്കുന്നുവെന്നും കോടതി മുറികളിൽ അലങ്കാരവും പ്രൊഫഷണൽ ഐഡന്റിഫിക്കേഷനും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നുവെന്നും നിരീക്ഷിച്ചു. ജുഡീഷ്യൽ നടപടികളുടെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ അഭിഭാഷകരെ വ്യക്തമായി തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത ജസ്റ്റിസ് ഭാരതി പ്രത്യേക ഉത്തരവിൽ അടിവരയിട്ടു. തന്റെ ഇടക്കാല ഉത്തരവിൽ ജസ്റ്റിസ് ഭാരതി പറഞ്ഞു, ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പ്രൊഫഷണൽ എന്ന നിലയിലും അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ ഈ കോടതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.